ഓർമ്മയ്ക്കായി ഭാഗം 36. ആൽഫി അവളെ അവൻ്റെ മടിയിലേക്ക് കിടത്തി. അവൾ നന്നായി ഉറങ്ങി എന്ന് കണ്ടതും അവൻ 2 കയ്യാലെയും കോരിയെടുത്തുകൊണ്ട് അവളെയും കൊണ്ട് അവളുടെ റൂമിലേക്ക് നടന്നു. അവിടെ ആൻസിയുടെ അടുത്ത് കൊണ്ടുപോയി കിടത്തിക്കൊണ്ട് അവളുടെ മുടിയിൽ ഒന്ന് തലോടി നെറ്റിയിൽ ഒരു ചുംബനവും കൊടുത്തുകൊണ്ട് അവൻ റൂമിൽ നിന്നും ഇറങ്ങിയത്. ആ സമയം ആൽഫിയുടെ മനസ്സും ശാന്തമായിരുന്നു. പിറ്റേന്ന് അമ്മുവും കൂട്ടനും താഴേക്ക് വരുമ്പോൾ എല്ലാവരും താഴെ ഹാളിൽ ഇരിക്കുന്നുണ്ട്. എന്തോ വലിയ കാര്യമായ ചർച്ചയിലാണ് എന്ന് തോന്നി. അവിടെയുണ്ടായിരുന്ന കൊച്ചപ്പച്ചൻ്റെ മുഖവും അദ്ദേഹത്തിൻ്റെ മക്കളുടെയും മരുമക്കളുടെയും മുഖത്തും അത്ര തെളിച്ചമില്ല എന്ന് ആൻസിയും അമ്മുവും എല്ലാം കണ്ടു. എന്താണാവോ, എല്ലാം ഉണ്ടല്ലോ, അവരുടെ കൂടെയുണ്ടായിരുന്ന ജൂലി ചോദിച്ചു. സ്റ്റീഫൻ, നീ ഒന്നും പറഞ്ഞില്ല. ഇവിടെ ഇങ്ങനത്തെ ഒരു സംഭവം ആദ്യമായിട്ടുണ്ടായതാണ്. അതും ഞങ്ങളുടെ വീട്ടിലെ ആരിൽ നിന്നുമല്ല, പുറത്തു നിന്നു വന്ന നിന്റെ മരുമകളിൽ നിന്നും. അതും ഇവിടുത്തെ അതിഥികളിൽ ഒരാളോടാണ് നിന്റെ മകൻ്റെ ഭാര്യ അങ്ങനെ പ്രവർത്തിച്ചത്. അതുകൊണ്ട് അതിനുള്ള ശിക്ഷ നിങ്ങൾ അനുഭവിക്കണം. അതുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ വേണമെങ്കിൽ പോയിട്ട് കല്യാണത്തിൻ്റെ 2 ദിവസം മുമ്പ് വന്നാൽ മതി. വല്യപ്പച്ചൻ പറഞ്ഞതും, ചേട്ടായി, അത് എല്ലാവരും കല്യാണം ഇവിടെ വെച്ചാണ് നടക്കുന്നത് എന്നറിയുന്നത് കൊണ്ട് എല്ലാവരും ഇങ്ങോട്ട് വരും. അപ്പോൾ ഞങ്ങൾ ഉണ്ടാകാതിരുന്ന അത് മോശമാവില്ലേ? വല്യപ്പച്ചൻ്റെ അനിയൻ സ്റ്റീഫനാണ് ചോദിച്ചത്. അത് ശരിയാ. എന്നാൽ പിന്നെ ഞാൻ എൻ്റെ അടുത്ത തീരുമാനം പറയാം. നിങ്ങൾ അപ്പുറത്തെ ഔട്ട് ഹൗസിലേക്ക് എല്ലാവരും താമസം മാറുന്നു. ഇവിടെ ഞാനും എൻ്റെ മക്കളും കൊച്ചുമക്കളും മതി. നിങ്ങൾക്ക് അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അറിയാലോ, കിച്ചൺ വരെയുണ്ട്. നിങ്ങൾക്ക് ഫുഡെല്ലാം ഉണ്ടാക്കാൻ അവിടെ ഒരാളെ ഞാൻ നിർത്താം. അതായിരിക്കും കുറച്ചുകൂടി നല്ലത് വല്യപ്പച്ച. അവരുടെ ബന്ധുക്കൾ ഇനിയും വരാനുണ്ടെന്നല്ലേ പറഞ്ഞത്. എല്ലാവർക്കും അവിടെ താമസിക്കാം. ഇവിടെ എന്തായാലും എല്ലാവർക്കും കൂടി നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് നിൽക്കണ്ടല്ലോ. അവരെല്ലാവരും കൂടി ഒരുമിച്ച് നിന്നോട്ടെ. അവർക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കഴിക്കാനും അവർക്ക് എത്ര ദിവസം വേണമെങ്കിലും അവിടെ നിൽക്കാം. ആരും അവരെ ശല്യപ്പെടുത്തില്ല, ആൽഫി പറഞ്ഞു. അതെന്തിനാ അവിടെ വേറെ ജോലിക്കാരെ നിർത്തുന്നത്? അവർക്ക് ഇഷ്ടമുള്ളത് അവരുണ്ടാക്കി കഴിക്കട്ടെ. അതിന് വേണ്ടതെല്ലാം അവിടെ എത്തിച്ചു കൊടുത്താൽ പോരെ? വല്യമ്മച്ചി ചോദിച്ചു. അത് ഇഷ്ടപ്പെടാത്തതുപോലെ സ്റ്റീഫന്റെ മൂത്ത മകന്റെ ഭാര്യ പ്രിൻസിയും 2ാമത്തെ മകന്റെ ഭാര്യ ബീനാമയും 3ാമത്തെ മകന്റെ ഭാര്യ ലൂണയ്ക്കും വല്യമ്മച്ചിയോട് ദേഷ്യം തോന്നി. അവർ 3 പേരും പരസ്പരം നോക്കി. അത് പിന്നെ ഇവിടെ നമുക്ക് എല്ലാവർക്കും കൂടി ഇവിടെ നിന്നാൽ പോരെ? എന്തിനാ വെറുതെ 2 സ്ഥലത്തായിട്ട്? അതിൻ്റെ ആവശ്യമുണ്ടോ? ബീനാമ്മ ചോദിച്ചു. അതിൻ്റെ ആവശ്യമുണ്ട്. അത് ഇന്നലെ പ്രിൻസി തെളിയിച്ചതാണ്. എന്തായാലും ഇനി എൻ്റെ തീരുമാനത്തിൽ മാറ്റമില്ല, വല്യപ്പച്ചൻ പറഞ്ഞു. നിങ്ങളുടെ സാധനങ്ങളെല്ലാം എടുത്ത് ഔട്ട് ഹൗസിലേക്ക് പോയിക്കോളൂ. എന്തായാലും അവിടെ നിങ്ങളുടെ ആൺമക്കളുണ്ടല്ലോ. അപ്പോൾ ഇനി അവർക്കും അവിടെ തന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാമല്ലോ. നിങ്ങൾക്ക് എത്ര ദിവസം വേണമെങ്കിലും അവിടെ നിൽക്കുകയും ചെയ്യാം. ഇവിടെ കല്യാണ ഒരുക്കങ്ങൾ കാണുകയും ചെയ്യാം എന്ന് പറഞ്ഞ് വല്യപ്പച്ചൻ അവരെ ഒന്ന് നോക്കി. ആൽഫി, എന്നാ പോയാലോ എന്ന് ചോദിച്ചുകൊണ്ട് വല്യപ്പച്ചൻ എഴുന്നേറ്റു. ഏട്ടായി, എങ്ങോട്ടാ പോകുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് വല്യപ്പച്ചൻ്റെ അനിയൻ സ്റ്റീഫനും അവിടെ നിന്നും എഴുന്നേറ്റു. ഞാനും ആൽഫിയും കൂടി ഒന്ന് പുതിയ മന വാങ്ങിയിട്ടുണ്ടല്ലോ, അവിടേക്കൊന്ന് പോവുകയാണ്, വല്യപ്പച്ചൻ പറഞ്ഞു. ഏത്, ആ അയ്യങ്കാർ മനയോ? അതെ, അത് തന്നെ. വല്യപ്പച്ച, ഞങ്ങൾ കൂടി വരട്ടെ? ഇതുവരെ അതൊന്നും കണ്ടിട്ടില്ല, ആൻസി ചോദിച്ചു. വല്യപ്പച്ചൻ ആൽഫിയെ ഒന്ന് നോക്കി. ആൽഫി നോക്കിയത് അമ്മുവിനെയാണ്. അവളുടെ നോട്ടവും ആൽഫിയിൽ തന്നെയായിരുന്നു. പോരണമോ എന്നുള്ള ഒരു ചോദ്യം അവൻ്റെ മനസ്സിൽ നിന്നും അവൾ അറിഞ്ഞതുപോലെ തന്നെ അവൾ ചെറുതായി തല അനക്കുന്നത് കണ്ടതും ആൽഫി പുഞ്ചിരിച്ചുകൊണ്ട് ആ ചിരി മറിക്കാനായി മൂക്കിൻ തുമ്പിൽ പിടിച്ച് തല കുനിച്ചു. പിന്നെ പോകാം വല്യപ്പച്ച, ഇവർക്കും അവിടേക്കൊന്ന് കാണാലോ, ആൽഫി പറഞ്ഞു. അതിന് അവിടെയാകെ പൊടി പിടിച്ച് കിടക്കുകയല്ലേ? കുട്ടികളെ കൊണ്ടുപോയി അവരുടെ ദേഹത്തെല്ലാം ആ പൊടിയാകും, വല്യമ്മച്ചി പറഞ്ഞു. അവിടെ ക്ലീനിങ്ങിനായിട്ട് ആളുകൾ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് പോകുന്നത്, വല്യപ്പച്ചൻ പറഞ്ഞു. എന്നാ പിന്നെ അത് കഴിഞ്ഞിട്ട് പോയാൽ പോരെ? ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്കെല്ലാവർക്കും കൂടി പോകാം, ആൽഫിയുടെ അമ്മച്ചി പറഞ്ഞു. അത് കേട്ടതും എല്ലാവരുടെയും മുഖം വാടി. അത് സാരമില്ല അമ്മച്ചി, ഇവിടെ എന്തായാലും വെറുതെ ഇരിക്കുകയല്ലേ, അവർ വരട്ടെ, ആൽഫി പറഞ്ഞു. പിന്നെ മറുത്തൊന്നും പറയാതെ അവരും അനുവാദം കൊടുത്തു. അതെ, ഇവരൊന്നും കഴിച്ചിട്ടില്ല, കഴിച്ചിട്ട് പോയാൽ മതി, വല്യമ്മച്ചി പറഞ്ഞു. എന്നാൽ പോയി കഴിച്ചിട്ട് വാ മക്കളെ, അതുവരെ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാം, വല്യപ്പച്ചൻ പറഞ്ഞ് സോഫയിലേക്ക് ഇരുന്നു. എല്ലാവരും ഡൈനിങ് റൂമിലേക്ക് നടന്നു. എന്നാൽ അമ്മുവിനെന്തോ അങ്ങോട്ട് പോകാൻ വല്ലാത്ത മടി തോന്നി. അവൾ പുറകിലായി പതിയെ നടക്കുന്നത് കണ്ടതും ആൽഫി പതിയെ അവളുടെ അടുത്തേക്ക് തന്നെ നടന്നു. എന്നിട്ട് അവളുടെ ഒപ്പം ചെന്നു. എന്താ നിന്റെ പ്രശ്നം?
ആൽഫി അവളോട് ചോദിച്ചതും അവൾ മുഖമുയർത്തി അവനെ നോക്കി. എനിക്ക് എനിക്ക് വേണ്ട, വിശക്കുന്നില്ല, അവൾ പറഞ്ഞു. വിശപ്പിലാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ ഇന്നലെ അവർ പറഞ്ഞത് കൊണ്ടാണോ? അവരെ ഞങ്ങൾ ഇവിടെ നിന്നും പറഞ്ഞു വിട്ടു, നീ കേട്ടതല്ലേ? എന്നിട്ടും നീ നിന്റെ വാശിയിൽ നിൽക്കുകയാണോ അമ്മു? ആൽഫി ചോദിച്ചതും അവൾ മുഖമുയർത്തി അവനെ നോക്കി. അവൻ്റെ മുഖത്ത് അപ്പോൾ ദേഷ്യമാണെന്ന് കണ്ടതും അവൾ ഒന്നും മിണ്ടാതെ വേഗം നടന്നു. അവൾ പോകുന്നത് നോക്കി അവൻ അവിടെ നിന്നു. എന്തിനാടാ ആ കൊച്ചിനെ പേടിപ്പിച്ചത്? പുറകെ വന്ന വല്യമ്മച്ചി ചോദിച്ചു. കണ്ടില്ലേ, അവൾക്ക് വേണ്ടാന്ന്. അവൾക്ക് അവർ പറഞ്ഞത് മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് ഇനി അങ്ങോട്ട് ഒന്നും ഇറങ്ങില്ല. നോക്കിക്കോ വല്യമ്മച്ചി, അവൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നടന്നു. ആ സമയം ആൽഫിക്കും വല്യമ്മച്ചിക്കും പ്രിൻസിയോട് വല്ലാത്ത ദേഷ്യം തോന്നി. ഹാളിൽ ചെല്ലുമ്പോഴും അതുപോലെ അവിടെ നിൽക്കുന്ന പ്രിൻസിയെയും കൂട്ടരെയും കണ്ട് ആൽഫിക്ക് ആ ദേഷ്യം വീണ്ടും നുരഞ്ഞു പൊങ്ങി വന്നു. നിങ്ങൾക്ക് പോവാറായില്ലേ? എല്ലാം പാക്ക് ചെയ്തെടുത്ത് വേഗം അങ്ങോട്ട് പോകാൻ നോക്ക്. അപ്പോഴേക്കും ലഞ്ച് കഴിക്കാനുള്ള സമയമാകും. അവിടെ തന്നെ ഉണ്ടാക്കാം. അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇനി എന്തെങ്കിലും ഇല്ലെങ്കിൽ മാത്തപ്പൻ ചേട്ടനോട് പറഞ്ഞാൽ മതി. ചേട്ടൻ വന്ന് വാങ്ങിക്കൊണ്ടുവന്ന് തരും. ഇനി എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റിലേക്ക് അതും പറഞ്ഞ് പോകാൻ നിൽക്കണ്ട. എന്തുണ്ടെങ്കിലും മാത്തപ്പൻ ചേട്ടൻ്റെ അടുത്ത് ലിസ്റ്റ് കൊടുത്താൽ മതി. ആ ചേട്ടൻ ഇവിടെ എത്തിച്ചു തന്നോളും. കേട്ടല്ലോ എന്ന് പറഞ്ഞ് ആൽഫി മുകളിലേക്ക് കയറിപ്പോയി. അവൻ്റെ ദേഷ്യം കണ്ട വല്യപ്പച്ചന് ചിരിയാണ് വന്നത്. അവൻ്റെ പെണ്ണിൻ്റെ മനസ്സ് വേദനിച്ചതിലുള്ള ആ ദേഷ്യവും അമർഷവുമാണ് ആ തീർക്കുന്നത് എന്ന് വല്യപ്പച്ചന് മനസ്സിലായി. വല്യപ്പച്ചൻ്റെ അനിയൻ വല്യപ്പച്ചൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി. ചെറിയൊരു പുഞ്ചിരിയുമായിട്ട് ഇരിക്കുന്ന അദ്ദേഹത്തെ കണ്ടതും അയാൾക്ക് ദേഷ്യം തോന്നി. ഇനി എന്ത് നോക്കി നിൽക്കാണ്, വന്നെല്ലാം പാക്ക് ചെയ്യ് എന്ന് പറഞ്ഞ് പ്രിൻസി മക്കളെയും കൊണ്ടുപോയി. ഇതെല്ലാം ചേച്ചി വരുത്തി വെച്ചതാ, വല്ല ആവശ്യമുണ്ടായിരുന്നോ ആ പെങ്കൊച്ചിന് മെക്കിട്ട് കയറാൻ എന്ന് പുറകെ വന്ന ബീനാമ്മ ചോദിച്ചു. അതിന് ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ല. ആ പെങ്കൊച്ചിന് വേണ്ടി ഇവിടെ കാണിക്കുന്ന ഒരു പ്രത്യേക പരിഗണന കണ്ടപ്പോൾ ദേഷ്യം വന്നു, അതുകൊണ്ട് പറഞ്ഞതാ ഞാൻ, പ്രിൻസി പറഞ്ഞു. എന്നിട്ടിപ്പോൾ എന്തായി? അവരിവിടെയും നമ്മൾ പുറത്തുമായില്ലേ? ലൂണ ചോദിച്ചു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, വാ. എന്തായാലും ഇവിടെ നിന്ന് പോകാൻ പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചു. എല്ലാവരെയും ഇങ്ങോട്ട് വിളിച്ചിട്ട് നമ്മളിവിടെ ഇല്ലാതിരുന്ന അത് മോശമല്ലേ? ഈ വീടും പരിസരമൊക്കെ കാണിച്ചു കൊടുത്ത് ഷൈൻ ചെയ്യാമെന്ന് വിചാരിച്ചതാ എല്ലാവരുടെയും മുന്നിൽ. അത് തകരുമെന്ന് കരുതിയത്. ഇതിപ്പോൾ ഔട്ട് ഹൗസിലെങ്കിലും നമുക്ക് താമസിക്കാനുള്ള സൗകര്യം ചെയ്തു തന്നല്ലോ. അതും ഇതുപോലത്തെ തന്നെ നല്ല ആഡംബരപൂർണമായ വീട് തന്നെയാണ്. അതുകൊണ്ട് മറ്റൊന്നും നോക്കണ്ട, അങ്ങോട്ട് പോകാം, ലൂണ പറഞ്ഞു. ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടില്ലേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞ് അവരുടെ മക്കളായ സൈനോരയും ലിൻഡയും ദേഷ്യപ്പെട്ടുകൊണ്ട് മുകളിലേക്ക് പടികൾ കയറി. ഇതിപ്പോൾ പിള്ളേർക്കും ആകെ ദേഷ്യമായി. ഏത് സമയത്താണോ എനിക്ക് അങ്ങനെ പറയാൻ തോന്നിയത്? പ്രിൻസി സ്വയം പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോയി. അവർ എല്ലാം പാക്ക് ചെയ്തെടുത്ത് താഴേക്ക് വന്നപ്പോൾ കണ്ടു ആൻസിയും കൂട്ടുകാരും പുറത്തേക്ക് പോകാനായി ഇറങ്ങി നിൽക്കുന്നത്. ആ, എല്ലാം എടുത്തോ? എന്നാൽ അങ്ങോട്ട് പോയിക്കോളൂ. പിന്നെ ഉച്ചയ്ക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ കിച്ചണിലോ ഇല്ലാത്ത സാധനങ്ങൾ നോക്കിയിട്ട് മാത്തപ്പനോട് പറഞ്ഞാൽ മതി. ഉച്ചയ്ക്കത്തേക്കുള്ള ഫുഡിനുള്ളത് ഇവിടെ നിന്ന് തരാം. ഭക്ഷണമല്ല, സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ. പിന്നെ വൈകുന്നേരമാകുമ്പോഴേക്കും അവിടേക്കുള്ള എല്ലാം ഞങ്ങൾ എത്തിക്കാം, വല്യമ്മച്ചി പറഞ്ഞു. അവരുടെ മുഖത്തെ ദേഷ്യം അപ്പോഴും പ്രിൻസിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അല്ല ചേച്ചി, ഇവർക്കെല്ലാവർക്കും ഇത്രയും ദേഷ്യം വരാൻ മാത്രം അതിന് മാത്രം ഒന്നും ഉണ്ടായില്ലല്ലോ, ലൂണ പതിയെ ബീനാമയോട് പറഞ്ഞു. ഇത് ചിലപ്പോൾ നമുക്കിട്ട് വെച്ച പണിയായിരിക്കും. എങ്ങനെയെങ്കിലും നമ്മളെ ഇവിടെ നിന്നും ഒഴിവാക്കണമെന്ന് ആലോചിച്ചിരുന്നതായിരിക്കും. അതിനൊരു അവസരം നമ്മളായിട്ട് തന്നെ കൊടുത്തു, അത്ര തന്നെ എന്ന് പറഞ്ഞ് അവരെല്ലാവരും ബാഗുമായിട്ട് അപ്പുറത്തേക്ക് പോയി. എന്നാ പോയാലോ എന്ന് ചോദിച്ചുകൊണ്ട് വല്യപ്പച്ചനും ആൽഫിയും ഇറങ്ങി വന്നു. എങ്ങനെയാണ് വല്യപ്പച്ച പോകുന്നത്? കാറിലാണോ? എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഒരു കാറിൽ പോകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് 2 വണ്ടികളിലായിട്ട് പോകാം എന്ന് പറഞ്ഞ് വല്യപ്പച്ചൻ ആൽഫിയുടെ വണ്ടിയിലേക്ക് കയറി. ഞാൻ വണ്ടി എടുക്കാം എന്ന് പറഞ്ഞ് അമ്മു പോയി അവളുടെ കാറിൻ്റെ കീയും എടുത്തു വന്നു. അമ്മു കാറിൻ്റെ അടുത്തേക്ക് നടക്കുമ്പോഴാണ് ഗേറ്റ് കടന്നു വരുന്ന വലിയ ഒരു കാറ് കാണുന്നത്. ആ കാറ് കണ്ടതും അമ്മുവിൻ്റെ കണ്ണുകൾ വിടർന്നു. അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. കാറിലേക്ക് കയറിയ വല്യപ്പച്ചനും ആൽഫിയും തിരിച്ച് ഇറങ്ങി. ഔട്ട് ഹൗസിലേക്ക് പോയ എല്ലാവരും ആ കാറ് കണ്ടതും നിന്നു. എടാ, ഇത്? യെസ്, റോൾസ് റോയ്സ് ഗോസ്റ്റ്. ഇത് ആ വണ്ടിയാണോ? ആ അതെ, അടുത്ത് നിന്ന അലൻ പറഞ്ഞു. ഇതിലിപ്പോൾ ആര് ഇങ്ങോട്ട് വരാൻ? ബിനീഷ് ചോദിച്ചു. അറിയില്ല, അലനും പറഞ്ഞു. അപ്പോഴേക്കും ആ കാറ് വന്ന് ആൽഫിയുടെ കാറിൻ്റെ അടുത്ത് വന്ന് നിന്നു. കാറിൽ നിന്നും ഇറങ്ങുന്ന ആളെ ആകാംക്ഷയോടെ നോക്കി എല്ലാവരും നിന്നു. എന്നാൽ അമ്മ പുഞ്ചിരിയോടെ അവിടെ നിന്നതേയുള്ളൂ. അപ്പോഴേക്കും കാറിൻ്റെ പിൻഡോർ തുറന്ന് ഒരാൾ ഇറങ്ങി.
ഇറങ്ങിയ ആളെ കണ്ട് ആർക്കും പരിചയമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ മുഖത്തെല്ലാം അത് ആരാണ് എന്ന് അറിയാനുള്ള ആകാംക്ഷയുണ്ടായിരുന്നു. എന്നാൽ അവിടെയുള്ള കുറച്ചു പേരിൽ ചെറിയൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു അദ്ദേഹത്തെ കണ്ടപ്പോൾ. എന്നാൽ പുറത്തേക്ക് ഇറങ്ങിയ ആളുടെ കണ്ണുകൾ ആരെയോ തിരയുന്നത് പോലെ എല്ലാവർക്കും തോന്നി. അപ്പോഴാണ് കാറിൻ്റെ അടുത്ത് നിൽക്കുന്ന അമ്മുവിനെ അദ്ദേഹം കാണുന്നത്. അമ്മുവിനെ കണ്ടതും അദ്ദേഹത്തിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അദ്ദേഹം 2 കൈകളും വിരിച്ച് നിന്നതും അമ്മു ഓടി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. അദ്ദേഹത്തിൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു. മുത്തശ്ശ, അവൾ വിളിച്ചു. എല്ലാവരും ഞെട്ടലോടെ അദ്ദേഹത്തെ നോക്കി. എന്നാൽ അമ്മുവിൻ്റെ കൂട്ടുകാരെല്ലാവരും പുഞ്ചിരിച്ചുകൊണ്ട് മുത്തശ്ശൻ്റെ അടുത്തേക്ക് ചെന്നു. മോളെ, സുഖാണോടാ നിനക്ക് എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം അമ്മുവിൻ്റെ തലയിൽ തലോടി. സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് വരുന്ന കാര്യം പറഞ്ഞില്ലല്ലോ. 2 ദിവസം കഴിഞ്ഞാൽ വരുന്നല്ലേ പറഞ്ഞത്? അമ്മു ചോദിച്ചു. അതെ, പക്ഷേ എനിക്കെന്തോ ഇന്നലെ എൻ്റെ കൊച്ച് എന്നെ കാണണമെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ എനിക്കും എൻ്റെ കൊച്ചിനെ കാണാൻ തോന്നി. ഞാൻ ഇങ്ങോട്ട് അപ്പോൾ തന്നെ പോന്നു, മുത്തശ്ശൻ പറഞ്ഞു. അവർ 2 പേരും സംസാരിക്കുന്നത് നോക്കി ആൽഫിയും വല്യപ്പച്ചനും നിന്നു. വല്യപ്പച്ചൻ ആൽഫിയുടെ അടുത്തേക്ക് വന്നു. വല്യപ്പച്ചന് മനസ്സിലായില്ലേ? ആൽഫി ചോദിച്ചു. ഉണ്ട്, പക്ഷേ അന്ന് കണ്ടപ്പോഴുള്ള മുഖമല്ല. ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, വല്യപ്പച്ചൻ പറഞ്ഞു. എന്നാൽ അമ്മുവിനോട് സംസാരിച്ചു കൊണ്ടുനിന്ന അവളുടെ മുത്തശ്ശൻ അവരെ കണ്ടില്ല. മുത്തശ്ശ, വാ എന്ന് പറഞ്ഞ് അമ്മു അദ്ദേഹത്തിൻ്റെ കയ്യിൽ പിടിച്ചപ്പോഴാണ് അവരെ തന്നെ നോക്കി നിൽക്കുന്ന എല്ലാവരെയും അദ്ദേഹം ശ്രദ്ധിക്കുന്നത്. കാറിൻ്റെ അടുത്ത് നിൽക്കുന്ന ആൽഫിയെ കണ്ടതും പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ കൂടെ നിൽക്കുന്ന വല്യപ്പച്ചനെ കണ്ടപ്പോഴും അദ്ദേഹത്തിന് മനസ്സിലായി. ഒരു പുഞ്ചിരിയോടെ അദ്ദേഹം ആൽഫിയുടെയും വല്യപ്പച്ചൻ്റെയും അടുത്തേക്ക് വന്നു. എന്നെ മനസ്സിലായോ? നരിക്കുന്നൽ വീട്ടിൽ ആൻഡ്രൂസ് സാമുവൽ, അദ്ദേഹം ചോദിച്ചതും വല്യപ്പച്ചൻ പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചേർന്ന് നിന്നു. പിന്നെ മനസ്സിലാകാതെ? പക്ഷേ ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞു. പ്രത്യേകിച്ച് രാഘവേന്ദ്രൻ നായർക്ക് അന്ന് വന്നതിൽ നിന്നും ഒരുപാട് മാറ്റമുണ്ട്, വല്യപ്പച്ചൻ പറഞ്ഞു. ശരിയാണ്. പിന്നെ അമ്മുവിൻ്റെ മുത്തച്ഛൻ നോക്കിയത് ആൽഫിയാണ്. ദേ, ഇവന് തന്നെ. അന്ന് ഞാൻ കാണുമ്പോൾ ചെറിയ കുട്ടിയല്ലേ, ഇപ്പോൾ നോക്കിയേ, ഒരു ഒത്ത പുരുഷനായി ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്നു. ശരിക്കും ഈ കുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഹീറോ. ഒരു ഹീറോ ലുക്കൊക്കെയുണ്ട് അല്ലേ മക്കളെ എന്ന് പറഞ്ഞ് അമ്മുവിൻ്റെ മുത്തശ്ശൻ അമ്മുവിൻ്റെ കൂട്ടുകാരെ നോക്കിയതും അവർ ചിരിച്ചു. അതെ, ഹീറോ തന്നെയാ മുത്തശ്ശ. നരിക്കുന്നൽ വീട്ടിൽ നരി. പെട്ടെന്ന് ആവണി പറഞ്ഞതും ആൽഫി ഒന്ന് തിരിഞ്ഞു നോക്കി. അവൾ പെട്ടെന്ന് തന്നെ അമ്മുവിൻ്റെ മറയിൽ മറഞ്ഞു നിന്നു. ആൽഫിയുടെ ചുണ്ടിൽ അപ്പോൾ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. അല്ല, നിങ്ങൾ എവിടേക്കെങ്കിലും പോകാനായിട്ട് ഇറങ്ങിയതാണോ? അമ്മുവിൻ്റെ മുത്തശ്ശൻ ചോദിച്ചു. അതൊക്കെ ഇനി പിന്നെയാകാം, നമുക്കെല്ലാവർക്കും കൂടി ഒരുമിച്ച് പോകാം. ഇപ്പോൾ വാ എന്ന് പറഞ്ഞ് ആൽഫിയുടെ മുത്തശ്ശൻ അമ്മുവിൻ്റെ മുത്തശ്ശനെ ചേർത്ത് പിടിച്ചു. എന്നാൽ അമ്മുവിൻ്റെ മുത്തശ്ശൻ അപ്പോഴും അദ്ദേഹത്തിൻ്റെ കയ്യിൽ വിടാതെ അമ്മുവിനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടി അകത്തേക്ക് നടന്നതും, അതെ, ഈ അമ്മു ചേച്ചിയുടെ മുത്തച്ഛനെ എങ്ങനെ നമ്മുടെ വല്യപ്പച്ചനെ അറിയാം? അപ്പോൾ വല്യപ്പച്ചന് അമ്മു ചേച്ചിയെ നേരത്തെ അറിയാമായിരുന്നോ? ജൂലി ചോദിച്ചു. എനിക്കറിയാൻ പാടില്ല. നിങ്ങൾ വാ, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് ആൻസി അവരെയും കൊണ്ട് നടന്നു. പപ്പ ഒന്ന് പോയി നോക്കി, അതാരാണെന്ന്. വല്യപ്പച്ചൻ്റെ അനിയനെ അദ്ദേഹത്തിൻ്റെ മക്കൾ ഉന്തിത്തള്ളി തറവാട്ടിലേക്ക് വീണ്ടും വിട്ടു. ഞങ്ങളും കൂടി പോയി നോക്കാം എന്ന് പറഞ്ഞ് പ്രിൻസിയും അവരുടെ കൂടെ നടന്നു. അവരെല്ലാവരും തറവാട്ടിലേക്ക് ചെന്ന് വാതിക്കലേക്ക് കയറിയതും ഇരിക്ക് എന്ന് പറഞ്ഞ് നേരെയുള്ള സോഫ ചൂണ്ടിക്കാണിച്ചതും മുത്തച്ഛൻ അവിടെ ഇരുന്നു, കൂടെ അമ്മുവിനെയും. പിന്നെ എല്ലാവരും വന്ന് ഇരുന്നു. നിങ്ങൾക്ക് ഇതാരാണെന്ന് മനസ്സിലായോ? വല്യപ്പച്ചൻ അദ്ദേഹത്തിൻ്റെ മക്കളോട് ചോദിച്ചു. ഇല്ല, മനസ്സിലായില്ല. ഇത് അപർണമോളുടെ മുത്തച്ഛനാണെന്ന് ഇത്രയും നേരത്തെ സംസാരത്തിനിടയിൽ മനസ്സിലായി, ആൽഫിയുടെ പപ്പ പറഞ്ഞു. അതെ, ഇത് അമ്മുമോളുടെ മുത്തച്ഛനാണ്, രാഘവേന്ദ്രൻ നായർ. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരട്ടെ എന്ന് മുത്തച്ഛൻ ചോദിച്ചതും എല്ലാവരും അദ്ദേഹത്തെ നോക്കി. ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ മനസ്സിലാവുന്നത് മൈക്കിളിനും അന്നയ്ക്കും പിന്നെ ചാൾസിനുമെല്ലാം ആയിരിക്കും, മുത്തച്ഛൻ പറഞ്ഞതും അവർ 3 പേരും പരസ്പരം നോക്കി. എങ്ങനെ? ചാൾസ് ചോദിച്ചു. നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഫുഡ് പ്രൊഡക്ട്സുകളിൽ ഒന്നായ അമ്മൂസിൻ്റെ സാരഥി എന്ന് പറഞ്ഞ് രാഘവേന്ദ്രൻ നായരെ അദ്ദേഹം പരിചയപ്പെടുത്തി. അതായത് അമ്മുമോളുടെ പേരിലുള്ള ഫുഡ് പ്രൊഡക്ട്സ് ആണോ അതൊക്കെ എന്ന് ചോദിച്ചുകൊണ്ട് ചാൾസിൻ്റെ പപ്പ മുന്നിലേക്ക് വന്നു. അതെ, ഇത് ആ അമ്മു തന്നെയാണ്. ഇവളുടെ പേരിലാണ് ഞങ്ങൾ അത് തുടങ്ങിയത്, അമ്മുവിൻ്റെ മുത്തച്ഛൻ പറഞ്ഞു. ഈശ്വര, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു.
ഈ പെണ്ണൊന്നും പറഞ്ഞില്ല ഞങ്ങളോട് എന്ന് പറഞ്ഞ് ആൻസിയുടെ പപ്പ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അതിന് പപ്പ അമ്മൂസ് ഫുഡ് പ്രൊഡക്ട്സ് ഇതൊക്കെ ഞങ്ങൾ ഇപ്പോഴാണ് കേൾക്കുന്നത്. ആൻസിയും കൂട്ടരും പരസ്പരം നോക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്കും അറിയില്ലായിരുന്നോ? വല്യമ്മച്ചി ചോദിച്ചു. ഇല്ല, ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല ഇവള് എന്ന് പറഞ്ഞ് എല്ലാവരും അവളെ നോക്കി. അപ്പോഴും ചെറുപുഞ്ചിരിയോടെ മുത്തശ്ശൻ്റെ അടുത്തേക്ക് ചേർന്നിരിക്കുന്നുണ്ട് അമ്മു. അവരെല്ലാവരും തന്നെ കൂർപ്പിച്ച് നോക്കുന്നത് കണ്ടതും അവൾ വല്യപ്പച്ചനെയും മുത്തശ്ശനെയും നോക്കി. മുത്തശ്ശൻ ഒന്ന് കണ്ണ് ചെമ്മി കാണിച്ചുകൊണ്ട് കുഴപ്പമില്ല എന്ന് പതിയെ പറഞ്ഞു. എന്നാൽ ഇതെല്ലാം കേട്ട് ഞെട്ടി നിൽക്കുകയാണ് വല്യപ്പച്ചൻ്റെ അനിയനും പ്രിൻസിയും എല്ലാവരും. ദൈവമേ, അറിഞ്ഞില്ലല്ലോ, ചവിട്ടിയത് മൂർഖൻ പാമ്പിനെയായിരുന്നോ? പ്രിൻസി പതിയെ പറഞ്ഞതും സ്റ്റീഫൻ അവരെ ദേഷ്യത്തിൽ നോക്കി. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഇന്ന് വരുമെന്ന് എന്തുകൊണ്ട് പറയാതിരുന്നത്? ഞങ്ങൾ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയാനല്ലോ വല്യപ്പച്ചൻ പറഞ്ഞതും. അറിയാം, ഞാൻ വരുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഒരുക്കുമെന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് പറയാതെ വന്നത്. അമ്മുമോളോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 2 ദിവസം കഴിഞ്ഞ് വരുമെന്ന് അമ്മുമോൾക്കും അറിയൂ, മുത്തശ്ശൻ പറഞ്ഞു. എന്തായാലും വന്നത് നന്നായി, ഒരുപാട് സന്തോഷം. ഒരുപാട് വിശേഷങ്ങളുണ്ട് പറയാൻ, വല്യപ്പച്ചൻ പറഞ്ഞു. അതെ, എനിക്കും. അല്ല, ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും കണ്ടില്ലല്ലോ? പെട്ടെന്ന് ചോദ്യം കേട്ട ഭാഗത്തേക്ക് നോക്കിയപ്പോഴാണ് അവിടെ നിൽക്കുന്ന സ്റ്റീഫനെയും മരുമക്കളെയും കാണുന്നത്. ആൽഫിയും വല്യപ്പച്ചനും അവരെ ദേഷ്യത്തിൽ നോക്കി. നിങ്ങളിതുവരെ പോയില്ലേ? ആൽഫി പെട്ടെന്ന് ചോദിച്ചതും അതെ, പെട്ടെന്ന് ആരാ എന്ന് അറിയാൻ വേണ്ടി വന്നതാ ഞങ്ങൾ, പ്രിൻസി പറഞ്ഞു. അത് അമ്മുവിൻ്റെ മുത്തശ്ശനാണെന്ന് മനസ്സിലായല്ലോ, ഇനി നിങ്ങൾ പോകാൻ നോക്ക്, ആൽഫി പറഞ്ഞതും സ്റ്റീഫന് നാണക്കേട് കൊണ്ട് തല താഴ്ന്നു. ഒരിക്കലും ആൽഫി അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ച് ഇങ്ങനെ പറയുമെന്ന് അവർ കരുതിയില്ല. അവർ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടു അലനും ബിനീഷും ലിൻഡയും കെവിനുമെല്ലാം ആ കാറിന് ചുറ്റും നടന്നു നോക്കുന്നത്. എന്താടാ അവിടെ നിന്ന് നോക്കുന്നത്? പെട്ടെന്ന് വിക്ടർ ചോദിച്ചതും അത് പപ്പ, ഈ കാറ് മുമ്പ് കണ്ടിട്ടുണ്ടോ? എത്ര വിലയാണെന്നറിയോ ഈ കാറ്? ഇതൊക്കെ ഇത്ര അടുത്ത് കാണാൻ പറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല, കെൽവിൻ പറഞ്ഞതും ഈ കാറിന് എന്താ പ്രത്യേകത? പ്രിൻസിയും ബിനാമയും എല്ലാം ചോദിച്ചു. ആ, അതറിയാൻ പാടില്ലാഞ്ഞിട്ടാ. ഈ കാറിൻ്റെ വില എത്രയാണെന്നറിയോ? ഒരു 6 അല്ലെങ്കിൽ 7 കോടി രൂപ വരും. എന്ത്? 6, 7 കോടിയോ? പ്രിൻസിയുടെ ശ്വാസം മുട്ടിയുള്ള ചോദ്യം കേട്ടതും എല്ലാവരും അവരെ നോക്കി. അതെ അമ്മച്ചി, അത്രയും വിലയുണ്ട് ഇതിന്. അപ്പോൾ ആ കൊച്ച് വലിയ വീട്ടിലെ കൊച്ചായിരുന്നല്ലേ? അറിഞ്ഞില്ലല്ലോ ദൈവമേ ഞാൻ, പ്രിൻസി നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ നിനക്ക് അവിടെ അകത്ത് പറഞ്ഞതൊന്നും മനസ്സിലായില്ലേ? ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന അമ്മൂസ് എന്ന് പറയുന്ന ഫുഡ് പ്രൊഡക്ട്സിൻ്റെ സാരഥിയാണ് ആ വന്നിരിക്കുന്ന അദ്ദേഹം. അതും ആ കുട്ടിയുടെ പേരിൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അവർ എത്രത്തോളം റിച്ചാണെന്ന് നിനക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? ദേഷ്യത്തോടെ സ്റ്റീഫൻ ചോദിച്ചതും എന്താ പപ്പ പറഞ്ഞത്? അതെ, ആ കുട്ടി അമ്മൂസ് ഫുഡ് പ്രൊഡക്ട്സിൻ്റെ സാരഥിയുടെ മകളാണെന്ന് സ്റ്റീഫൻ പറഞ്ഞത് കേട്ടതും എല്ലാവരും ആ പകപ്പിൽ തന്നെ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് അങ്ങോട്ട് എൽദോയുടെ കാറ് വന്ന് നിന്നത്. ഇതെന്താ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നത്? എൽദോയുടെ കാറിൽ നിന്നും ഇറങ്ങിയ ജഗദീഷ് ചോദിച്ചു. അപ്പോഴും ഒന്നും മിണ്ടാതെ തന്നെ നിൽക്കുന്ന അവരെ കണ്ടതും കാറിൻ്റെ പിൻസീറ്റിൽ നിന്നും ഇറങ്ങിയ കേശവും നവാസും പരസ്പരം നോക്കി. എൽദോ, എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ജഗദീഷ് വേഗം നടക്കാൻ പോയതും എടാ, ഇന്നലെ അവൻ്റെ പെണ്ണിനെ വിഷമിപ്പിച്ചതിന് ആൽഫി പണി കൊടുത്തു എന്നാണ് തോന്നുന്നത്, നവാസ് കേൾക്കാതെ എൽദോ പറഞ്ഞുകൊണ്ട് അവർ 4 പേരും അകത്തേക്ക് നടന്നു. നടക്കുന്നതിൻ്റെ ഇടയിൽ തിരിഞ്ഞു നോക്കാനും അവർ മറന്നില്ല. അപ്പോഴും അനങ്ങാതെ പരസ്പരം നോക്കിക്കൊണ്ട് നിൽക്കുന്ന അവരെ കണ്ടതും നല്ല പണിയാണ് കൊടുത്തിരിക്കുന്നത്, തലക്കിട്ടാകാനാ സാധ്യത, കേശവ് പറഞ്ഞു. ഇനി വൈകുന്നേരം വരെ വെയിലത്ത് നിൽക്കാനെങ്ങാനാണോ പറഞ്ഞിരിക്കുന്നത്? ജഗദീഷ് ചോദിച്ചതും അതെ, നീ പഠിപ്പിക്കുന്ന സ്കൂളല്ല, പഠിക്കാത്ത കുട്ടികളെ വെയിലത്ത് പുറത്ത് നിർത്തുന്നത് പോലെയൊന്നുമല്ല, ഇവിടെ മറ്റെന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയ നവാസ് അപ്പോഴാണ് ആ കാറ് കാണുന്നത്. എടാ, ഈ കാറിലാരാ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചതും നവാസിൻ്റെ ചോദ്യം കേട്ട ബാക്കി 3 പേരും തിരിഞ്ഞു നോക്കി. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ കുഴപ്പമൊന്നുമില്ല, ശബ്ദം ശരിയായി വരുന്നുണ്ട്. ഇന്നലെ എനിക്ക് ഒരുപാട് പേര് കമൻസിലൂടെയും വാട്സപ്പിലൂടെയും ഒത്തിരി റെമഡി പറഞ്ഞു തന്നു ജലദോഷത്തിനുള്ളത്. ഞാൻ 1-2 ഞാൻ ചെയ്തു നോക്കി, കുറവുണ്ട് എനിക്കിപ്പോൾ. ശബ്ദം ശരിയായി വന്നാൽ മതി, ബാക്കിയെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇങ്ങനെ എനിക്ക് എന്തെങ്കിലും ഒരു വിഷമമുണ്ടെങ്കിൽ ഇങ്ങനെ പറയുമ്പോൾ അതിന് ടിപ്പൊക്കെ പറഞ്ഞു തരുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നാറുണ്ട്.
എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയാറുള്ളത് പോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.